നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയുമായിട്ടുള്ള മുട്ട ബജി ആട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട ബജിക്ക് വേണ്ട മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങൾക്കത് ഏത് മുട്ടയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് താറാമുട്ടയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം താറാമുട്ടയും കോഴിമുട്ടയും കൂടി മിക്സ് ആയിട്ടാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ മുട്ടേൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോ മുട്ടയുടെയും തോട് പൊളിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ മൊത്തം മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട മാവൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവ് ഇട്ടു, മുളക് പൊടി ഇട്ടു, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. ഇനിയിപ്പം കായപ്പൊടി ഇടാവേ. നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ടാൽ മതിയേ. ഇനി നമുക്കിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സാക്കി വയ്ക്കാവേ. നന്നായിട്ട് മിക്സാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. നിങ്ങൾക്ക് ബാറ്റർ ആവണ വരെ, അതിൻ്റെ കൺസിസ്റ്റൻസിയുള്ള ബാറ്റർ ആകണ വരെ നമുക്ക് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ വെള്ളം ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് നമുക്കത് നന്നായിട്ട് മിക്സാക്കാം. നിങ്ങൾ ഇപ്പം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വേണമെന്നില്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ അതിൽ തരി കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ കട്ട മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കൈകൊണ്ടാട്ടോ മിക്സ് ചെയ്യണത്. നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പം ഇതിലുള്ള തരിയൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ഉടച്ച് കളയാൻ പറ്റും. നമ്മളിപ്പോൾ കൈ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇത് നമുക്കിത്തിരി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാവേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്റർ റെഡി ആകുമ്പോൾ നമുക്ക് ഉപ്പ് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപ്പ് പാകത്തിനല്ലേൽ നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പാകത്തിനുള്ള കൺസിസ്റ്റൻസി കേട്ടോ. നമുക്കിപ്പോൾ ഉപ്പ് പാകാത്തതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടാവേ. ഇതിൽ നമുക്ക് ക്രിസ്പിക്കായിട്ട് നമുക്ക് ഇത്തിരി അരിപ്പൊടിയും കൂടി ഇടാവേ. നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ആക്കാം. നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കാവേ. ഈ മുട്ട ബജിയുടെ കൂടെ ചേർക്കാൻ ഒരു ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചെത്തി ഇടാവേ. അപ്പം നമുക്കിനി ഇതിലേക്ക് കാന്താരിമുളക് ഇടാവേ. നമുക്കിത്തിരി മല്ലിയില ഇടാവേ. ഇതിലേക്ക് നമുക്കിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ചേർത്തൊന്ന് അരച്ചിട്ട് വരാവേ. അപ്പം നമുക്ക് മുട്ട വറുക്കാനായിട്ട് നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ മുട്ട ഒന്ന് നൂലും വെച്ചുകൊണ്ടൊന്ന് രണ്ടായിട്ട് കീറി എടുക്കുന്നുണ്ട്. നൂലും വെച്ചല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ കത്തി കൊണ്ടും ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പം നൂല് കൊണ്ടാട്ടോ മുറിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ മുട്ട ആ ബാറ്റിലൊന്ന് മുക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഇടുവാണ്. മുങ്ങിക്കിടന്നാൽ ഇതാവുള്ളൂ. അപ്പം ഇനി ഒരു സ്പെഷ്യൽ മുട്ട ബജി ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു ചമ്മന്തിയിലേക്ക് നമ്മൾ മുട്ടേൻ്റെ ഉണ്ണി എടുത്തിട്ട് ആ ചമ്മന്തിയിലേക്ക് കുഴച്ചിട്ട് നമ്മൾ ആ ഉണ്ണീൻ്റെ ആ സ്പേസിൽ ഈ സാധനം അങ്ങ് ഫില്ല് ചെയ്യുക കേട്ടോ. ഉണ്ണീൻ്റെ സ്പേസിലല്ല, എല്ലായിടത്തും നമ്മളത് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. കുറച്ചിങ്ങനെ എടുത്തിട്ട് ആ മുട്ടയുടെ രണ്ടെണ്ണത്തിലും അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. കുറച്ചെണ്ണം നമ്മൾ കുറച്ച് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്യുക കേട്ടോ ചെയ്യണത്. ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഇങ്ങനെ. അപ്പം നിങ്ങൾ ചിലതിലൊക്കെ ഇത് കണ്ടോ, ഇതിലൊക്കെ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ കണ്ടോ, ആ ചമ്മന്തി വെച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ മുട്ട എണ്ണയിലിട്ട മുട്ട അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുട്ട ബജി നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടേ. ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കല്ല കേട്ടോ.